കോതമംഗലം നെല്ലിക്കുഴിക്ക് സമീപം ഇരുമലപ്പടി എന്ന കൊച്ചു ഗ്രാമം. കഴിഞ്ഞ രാത്രി അവിടെ ഒരു വീട്ടിൽ 6 വയസ്സുള്ള പെൺകുട്ടി ശ്വാസം കിട്ടാതെ മരണത്തോട് മല്ലടിച്ചത് പുറം ലോകമറിഞ്ഞില്ല. അച്ഛനും രണ്ടാനമ്മയും കൂടെ ഉള്ളപ്പോൾ അവൾക്ക് എന്താണ് സംഭവിച്ചത്? രാവിലെ ഉറക്കമുണർന്നപ്പോൾ മകൾക്ക് അനക്കമുണ്ടായിരുന്നില്ലെന്ന മാതാപിതാക്കളുടെ മൊഴിയിൽ പോലീസിന് തുടക്കം മുതൽ സംശയം തോന്നി. UP സ്വദേശി അജാസ് ഖാൻ്റെ മകൾ മുഷ്കാനെ കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കണ്ടെത്തിയത്. പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മൊഴി നൽകി. കേസിൽ കുട്ടിയുടെ അച്ഛനും പങ്കുണ്ടോ? കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം UP സ്വദേശിനിയായ 6 വയസ്സുകാരിയെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്നും പരിശോധിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ലെന്നും കുടുംബം പറയുന്നു. കഴിഞ്ഞ രാത്രി അജാസ് ഖാനും ഭാര്യയും ഒരു മുറിയിലും മരിച്ച മുസ്കാനും ഇളയ കുട്ടിയും മറ്റൊരു മുറിയിലുമായിരുന്നു ഉറങ്ങാൻ കിടന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന് പിതാവ് അജാസ് ഖാൻ പറഞ്ഞു. പിന്നാലെ പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. പിതാവും രണ്ടാനമ്മയും കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. റൂറൽ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കോതമംഗലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലും മറ്റ് നടപടികളും തുടരുകയാണ്. ഏതായാലും അന്വേഷണം വളരെ ഊർജിതമാക്കി കുറ്റക്കാരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന നിലയിലാണ് പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഡോക്ടറുമായി സംസാരിക്കുമ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിശയിലുള്ള കൃത്യമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീറ്റപ്പോൾ ബെഡ്റൂമിൽ കുഞ്ഞുങ്ങൾ 2 പേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ 2 പേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീറ്റപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വന്നു. കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. News 18 കോതമംഗലം.